Watch full episodes on Jio Hotstar. പത്ലു കണ്ടില്ലേ ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്? ഇതിൽ എഴുതിയിരിക്കുന്നത് വിരുന്നുകാരൊക്കെ മുകളിലുള്ള ദൈവങ്ങളെ പോലെ അത്രേ. നമ്മളൊക്കെ അവരെ നല്ലപോലെ ശ്രദ്ധിക്കണമത്രേ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഞാൻ എല്ലാ വിരുന്നുകാരെയും ശ്രദ്ധിക്കുന്നതായിരിക്കും, ഒരുപാട് സന്തോഷിപ്പിക്കുന്നതുമായിരിക്കും. അപ്പോ ഇതാണ് കാര്യമെങ്കിൽ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ വിരുന്നുകാരൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശരിയാ മോട്ടു, പക്ഷെ നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ ആരാ വിരുന്നുകാർ വരുന്നത്? മോട്ടു, വിരുന്നുകാരൻ ആ ഈശ്വരനെ പോലെയാണ്. ഇതെന്ത് അതിശയമാ ഇത്? വിരുന്നുകാരെന്ന് പറഞ്ഞപ്പോഴേക്കും വിരുന്നുകാരൻ എത്തിയോ? ജോണേ, നീയോ? ഞാൻ തന്നെ. ഞാൻ മോട്ടുവിനെ പോലെ ഒരു നല്ല മനുഷ്യന് വിരുന്നുകാരനായിട്ട് വന്നിരിക്കുകയാണ്. വന്നാട്ടെ വന്നാട്ടെ, വിരുന്നുകാരൊക്കെ മുകളിലുള്ള ദൈവത്തെ പോലെയാണ്. പറഞ്ഞാട്ടെ, എന്താ കഴിക്കാൻ വേണ്ടത്, എന്താ കുടിക്കാൻ വേണ്ടത്? എന്റെ മോട്ടു, നീ എന്തായി ചോദിക്കുന്നത്? ഇവൻ കള്ളനാണെന്ന് അറിയില്ലേ? ഏയ് അല്ലല്ല പത്ലു, ഇത് നമ്മുടെ വിരുന്നുകാരാണ്. വിരുന്നുകാരന് കൊടുക്കേണ്ട മര്യാദ നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. ഞാൻ പുറപ്പെടാണ് മോട്ടു. ബൈ ബൈ, നമസ്കാരം. വളരെ നന്ദി. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന നിങ്ങളുടെ ഇത്രയും സമയം നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്നോ? എന്റെ മോട്ടു, ജോൺ നമ്മുടെ കൺമുമ്പിൽ വെച്ച് എല്ലാ സാധനവും എടുത്തോണ്ട് പോയി. നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അല്ല, ഞാൻ എന്ത് ചെയ്യാനാ പത്ലു? പെട്ടെന്ന് ഒരാള് നമ്മുടെ വിരുന്നുകാരനായിട്ട് കയറി വരുന്നു. കുഴപ്പമില്ലല്ലോ മോട്ടു, നീ എനിക്ക് മുൻപേ വന്നോ. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നതാ ജോൺ ചേട്ടാ. വീട്ടിലാവുമ്പോ നിങ്ങൾ വിരുന്നുകാരനാണല്ലോ, പക്ഷെ ഇവിടെ ആവുമ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വരൂ, വാനിനകത്ത് ചെന്നിരുന്ന് എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. ആ സാധനങ്ങളെ കുറിച്ചാണ്. കള്ളൻ എന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയതേ. വരൂ. വേണ്ട വേണ്ട, വേനൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സംസാരിച്ചു തീർക്കാം. വേണ്ട, എനിക്ക് അയ്യോ എന്റെ അമ്മേ, അയ്യോ. വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്ന് എന്നെ അടിച്ചു പിഴിയുന്നേ. വളരെ നന്നായി ജോണേ, വളരെ നന്നായി. വീണ്ടും വിരുന്നുകാരനായിട്ട് എന്റെ വീട്ടിലോട്ട് വരണം കേട്ടോ. ബൈ. അവൻ ജീവിതകാലം മൊത്തം മറക്കാത്തതുപോലെ ഞാനൊരു വിരുന്നുകാരനെ വരുത്തിക്കാം. ഫുർഫുറി നഗരവാസികളെ, എല്ലാവരും കേട്ടോളൂ. സഹോദരി സഹോദരന്മാരെ, എല്ലാവരും നല്ലോണം കേൾക്കൂ. ഇവരാണ് സുദാമ പൈൽവാൻ. ഇവരാണ് ഫുർഫുറി നഗരത്തിന്റെ വിരുന്നുകാരൻ. പിന്നെ നമ്മുടെ നഗരവാസികൾക്ക് കുസ്തിയും പഠിപ്പിച്ചു കൊടുക്കും. പറയൂ, ആരാണ് ഇവരുടെ കൂടെ കുസ്തി ചെയ്യാൻ പോകുന്നത്? പറയൂ, ആരാണ് ചെയ്യാൻ പോകുന്നത്? വേഗം. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടുവിനെ പോലെ ഒരു ഗുസ്തിക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. മോട്ടു, ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ഈ ഗുസ്തിക്കാരനോടൊപ്പം ഗുസ്തി ചെയ്യൂ. മോട്ടു, അവൻ നിന്നെ നന്നായി കുടുക്കിയിരിക്കുക. ഇല്ല ഇല്ല പത്ലു, പോയല്ലേ പറ്റൂ. അവൻ നമ്മുടെ നഗരത്തിന്റെ വിരുന്നുകാരനാണ്. നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും അപമാനിച്ചു വിടാൻ പാടില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോട്ടു. ഓൾ ദ ബെസ്റ്റ്. മോട്ടു കുടുങ്ങി. മോട്ടു, ഇന്നത്തെ ക്ലാസ് ഇതോടെ പൂർത്തിയാകുന്നു. ഇല്ല ഇല്ല, അപ്പോഴേക്കും എങ്ങനെ കഴിയും? 3 കളിയല്ലേ കളിച്ചിട്ടുള്ളൂ. ഇതുപോലെ കുറെ ക്ലാസ് ദിവസം ഉണ്ടാകും. ദിവസവുമോ? എന്തിനാ അങ്ങനെ കിടന്ന് കരയുന്നത്? ശരീരം മുഴുവൻ വല്ലാണ്ട് വേദനിക്കുന്നു. അവിടുന്ന് എങ്ങനെ കരഞ്ഞിരുന്നെങ്കിൽ ആ വിരുന്നുകാരൻ അതൊരു അവമാനമാവില്ലേ? അതുകൊണ്ട് ഇവിടുന്നെങ്കിലും ഒന്ന് കരഞ്ഞോട്ടെ. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. നിനക്ക് ഗുസ്തിയിലെ അടവുകളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലേ? വരുന്നുണ്ട് വരുന്നുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം ആർക്ക് ആരോടാണ് ദേഷ്യം വരുന്നതെന്ന്. ഈ അറ്റാക്ക് എങ്ങനെയുണ്ട് പറ? ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട് പറ? ദേഷ്യം വരുന്നത് കണ്ടില്ലേ? ഇന്നാ പിടിച്ചോ പിടിച്ചോ, ഇന്നാ പിടിച്ചോ.
രക്ഷിക്കണേ. ഡോക്ടർ ചട്ക, ഇതിനെന്തിനൊന്നും ചെയ്യണേ. ഏയ് അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ എന്നെ കുടുക്കി കളഞ്ഞത്. അപ്പോൾ നീ എന്റെ തല്ല് വാങ്ങിക്കാനും അർഹനാണ്. എന്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ നിന്നെ തല്ലിക്കൊണ്ടേയിരിക്കും. എന്റെ ചങ്ക എന്റെ ബ്രോ, ഇത് കുടിക്ക്. ഇതിനു ശേഷം നിനക്ക് അടി കൊള്ളുകയേ ഇല്ല. അവൻ നിന്നെ എത്ര അടിച്ചാലും ശരി, നീ റബ് ഹീറോനെ പോലെ എത്ര അടിച്ചാലും എണീറ്റ് നിൽക്കൂ. അതെ, സത്യമാണോ പറയുന്നത് വലിയേട്ടാ? അതേ മോട്ടു, ശരിയാണ്. ഇനി വന്നിരിക്കുന്ന വിരുന്നുകാരനും വിഷമമുണ്ടാവില്ല. മാത്രമല്ല ക്ലാസ്സസും നടന്നുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ പൈസ ഡബിൾ ആയിട്ട് തരാം. മോട്ടുവിനെ എത്ര അടിക്കണമെന്ന് വെച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പാടില്ല. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ജോൺ സാറേ. ഞാൻ ഇന്ന് അയാളെ എടുത്ത് നല്ല അലക്കം കടലക്കും. അമ്മാതിരി തല്ല അയാളുടെ ജീവിതത്തിൽ കൊണ്ടു കാണത്തില്ല. വേണ്ട, മതി. ഒത്തിരി അടി കൊണ്ടു. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ തന്നെ അങ്ങ് നിർത്താം. ഇല്ല ഇല്ല, ഇനി 1 മണിക്കൂർ ബാക്കി കിടപ്പുണ്ട്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നിങ്ങളും പഠിച്ചല്ലോ, അത് തന്നെ ധാരാളം. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരനാണ്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്ല, ഇത് എന്തിട്ട് മനുഷ്യനായാള്? ഞാൻ അയാളെ ഇങ്ങനെ തല്ലി അങ്ങനെ തല്ലി, പിന്നെ അടിച്ചടിച്ച് ഞാൻ ക്ഷീണിച്ചു. അയാൾക്ക് യാതൊരു ക്ഷീണവും ഇല്ല. പോരാഞ്ഞായിട്ട് അയാള് പറന്ന് താങ്കളുടെ മണ്ടക്കിട്ടല്ലായിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നിലുള്ള രഹസ്യം ഞാൻ അറിഞ്ഞിട്ട് വരാം. തീർച്ചയായിട്ടും ഇതിന് ജഡ്ക തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. എനിക്കതറിയാം. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇന്നലെ കഴിച്ച മരുന്നിന്റെ ശക്തി തീർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് വീണ്ടും കുടിക്ക. രാത്രി ജഡ്ക തന്ന മരുന്ന് കുടിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചാടിയത്. പക്ഷെ ഇന്ന് അവന്റെ മരുന്നിനെ ഞാൻ മാറ്റി. ഇന്ന് നോക്ക് അവൻ എങ്ങനെ വേനിക്കുമെന്ന്. പോ. പക്ഷെ എന്റെ പൊന്നു സാറേ, അയ്യോ വേണ്ട. അല്ല, എന്താ ഇത്? മരുന്നിനൊരു പവറും ഇല്ലല്ലോ. വേദന എടുക്കണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് വേദന എടുക്കണ്ട്. ഇനി നോക്ക് എന്റെ ശക്തി. ഓ ചേട്ടാ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതെങ്ങനെ സംഭവിക്കോ? ഒന്ന് നിർത്താനാ പറഞ്ഞത്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ഇനി പത്തുലുവിന്റെ ദേഹത്തെങ്ങാനും നീ കൈവച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും കേട്ടോ. മോട്ടു, വിരുന്നുകാരൻ ആ ഈശ്വരനെ പോലെയാണ്. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. വിരുന്നുകാരനെ നീ ബഹുമാനിക്കണം, മനസ്സിലായോ? അതെ, ശരിക്കും ഇത് സത്യം തന്നെയാണ്. വിരുന്നുകാരെയൊക്കെ അപമാനിക്കുന്നത് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല, ഒരിക്കലും ചെയ്യില്ല. ഐഡിയ. എന്റെ അമ്മ, ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമ്മുടെ ബയൽവാൻ സുധാമ നമ്മുടെ നഗരത്തിൽ തന്നെ താമസിക്കട്ടെ. മാത്രമല്ല, ഗുസ്തി പഠിപ്പിക്കാനുള്ള സ്കൂൾ തുടങ്ങട്ടെ. അതിനുള്ള സ്ഥലം ഈ ഞാൻ തന്നിരിക്കും. ഇനിയിപ്പോ സുധാമ നമ്മുടെ നഗരത്തിലെ അതിഥിയല്ല, ഇവിടുത്തെ ഒരു ആളായി മാറിയിരിക്കുകയാണ്. മോട്ടു കേട്ടോ, ആ ഗുസ്തിക്കാരൻ ഇപ്പൊ വിരുന്നുകാരനല്ല. എവിടെ? പൊളിച്ചേ. ഇനി കണ്ടോളൂ ഞാൻ എങ്ങനെയാണ് തുണി അലക്കുന്നതെന്ന്.
ചിങ്കം സാർ ഈ കുസ്തികളി നിർത്തൂ, മതി. മോട്ടു എന്നെ ക്ഷമിച്ചേക്ക് പ്ലീസ്. എനിക്ക് മാപ്പ് തരണം. വേണ്ട വേണ്ട വേണ്ട. പണ്ടൊരിക്കൽ ന്യായത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. എവിടെയൊക്കെ തെറ്റ് നടക്കുന്നുവോ അവിടെയൊക്കെ ഉടൻ തന്നെ എത്തുന്നതുമാണ്. എല്ലാവരെയും തുല്യരായി കാണുന്ന രാജാവ്, ന്യായമുള്ളവൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ വലിയൊരു ത്രാസ് ഉണ്ടായിരുന്നു. അതായിരുന്നത്രേ അദ്ദേഹത്തിന്റെ ന്യായാധിപനും. ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ആ ത്രാസ് എടുത്ത് അയാളുടെ അടുത്ത് വെക്കുമത്രേ. ഹലോ മോട്ടു, ഞാൻ ഫുർഫുറെ നഗരം വിട്ട് 2 ദിവസത്തേക്ക് പുറത്തേക്ക് പോവാണ്. താനും പത്ലുവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ചിങ്കം സാർ, വൈ ഫിയർ വെൻ മോട്ടു പത്ലു ആർ ഹിയർ? നിങ്ങൾ ധൈര്യത്തോടെ പോയി വരൂ. മോട്ടുവിന്റെ ഈ രാജസദസ്സിൽ എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കുന്നതുമാണ്. ഓക്കേ? എന്റെ മോട്ടു, നീ ആർക്ക് ന്യായത്തെ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കിട്ടിപ്പോയി. എന്റെ മോട്ടു, ഇതെന്താ? പത്ലു, ഇതാണ് ഇന്നു മുതൽ ഈ മോട്ടുവിന്റെ ന്യായാധിപൻ. ചിങ്കം സാർ നഗരത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ ഈ നഗരം നോക്കേണ്ടത് നമ്മുടെ കടമയാണത്രേ. അതുകൊണ്ട് ഇന്നു മുതൽ മോട്ടുവിന്റെ കോടതിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് ഉടൻ തന്നെ ശിക്ഷ കിട്ടുന്നതായിരിക്കും. പത്ലു വേഗം വരൂന്നേ. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഇല്ല, ആദ്യം നീ പോ, പിന്നീട് ഞാൻ വന്നേക്കാം. നിനക്കിപ്പോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി. അതെ, എന്റെ പൈസ എനിക്ക് തിരിച്ചു വേണം കേട്ടാ. നിങ്ങളുടെ ചീഞ്ഞ പഴമൊക്കെ നമുക്ക് വിറ്റിട്ട് ഇതെന്ത് പരിപാടിയത്? വീട്ടിൽ പോയി നോക്കിയപ്പോഴാ മനസ്സിലായത് ഇതാണെന്ന്. അത് പിന്നെ പൈസയൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞോട്ടെ. എന്തും പറഞ്ഞാണ് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് കൊണ്ടിരിക്കുന്നത്? പറ. ഇത് നോക്കുമോട്ടു, ഈ മാതിരി ചീഞ്ഞ പഴങ്ങളൊക്കെ ഇങ്ങേര് എന്നെ പിടിപ്പിച്ചിരിക്കണേ. പൈസ തിരിച്ചു ചോദിച്ചപ്പോ കൈമലത്തി കാണിക്കണ ഇങ്ങേര്. എടോ പഴക്കാരാ, തന്റെ ഈ പഴങ്ങളൊക്കെ ചീത്തയായതാണല്ലോ. നീ ചെയ്ത ഈ ക്രൂരകൃത്യത്തിന് മോട്ടു തീർച്ചയായും ശിക്ഷ നൽകുന്നതായിരിക്കും. എന്റെ ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? നീ ഒരുത്തൻ തന്നെ വേണം ഈ പഴങ്ങൾ മുഴുവനും കഴിച്ചു തീർക്കുവാൻ. എങ്കിൽ മാത്രമേ നിനക്ക് മനസ്സിലാവൂ ഈ പഴങ്ങൾ മുഴുവൻ കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്ന്. എന്നാൽ വേഗം കഴിച്ചു തുടങ്ങൂ. കഴിക്കേ. ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ട പഴങ്ങളൊക്കെ ഇപ്പൊ നിന്റെ വയറ്റിലേക്കല്ലടാ പോകുന്നത്. വേഗം കഴിക്കേ. എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നെ രക്ഷിക്കാ. ഈ പഴത്തിന്റെ തോലൊക്കെ ആരാ റോട്ടിലിട്ടത്? മോട്ടു, വാഴപ്പഴം കഴിപ്പിച്ചതൊക്കെ മതി. ആദ്യം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ഒരിക്കലുമില്ല പത്ലു. ഇവിടെ വിധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ പുറകിലോട്ട് നോക്കാൻ പറയുന്നത്? ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ നീ ഇനി ചെയ്താൽ ശിക്ഷ അതിക്രൂരമായിരിക്കും. പത്ലു, ഇവന്മാർക്കൊക്കെ എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നത് ഇവരും ന്യായം ചോദിച്ച് വരുവാണെന്നാണ്. എന്റെ മോട്ടു, ഇവര് ന്യായത്തെ കുറിച്ച് ചോദിക്കാൻ വരുന്നതല്ല. ന്യായം എന്താണെന്ന് നിന്നെ പഠിപ്പിക്കാൻ വരുന്ന വരവാണ്. ഓടിക്കോ. എന്റെ പത്ലു, എന്താ സംഭവിക്കുന്നത്? അതെങ്കിലും ഒന്ന് പറ. എന്റെ മോട്ടു, ഇപ്പൊ മനസ്സിലാക്കി തരാനുള്ള സമയമല്ല. വേഗം ഓട്, പിന്നീട് പറഞ്ഞു തരാം. നോക്കി ഓടിക്കാൻ അറിയില്ലേ? നിങ്ങളുടേതാണ് തെറ്റ്. എന്റെ തെറ്റൊന്നുമല്ല. നിങ്ങൾ ആ റോങ് സൈഡിൽ വന്ന് നിന്റെ തെറ്റ്. ഒരു മിനിറ്റ് ശാന്തരാകൂ. എന്നിട്ട് എന്നോട് പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ ആ വഴി പോവായിരുന്നു. അപ്പോൾ എവിടുന്നാന്ന് അറിയില്ല, ഇയാൾ ഈ ഇടയ്ക്ക് കയറി വന്നിട്ട് എന്റെ കാറിൽ കയറി ഒറ്റയിടി. എന്നിട്ട് എന്നോട് തന്നെ അലക്കണ്. ഇതിൽ എന്റെ എന്താ തെറ്റ്? ഇവനല്ലേ റോങ് സൈഡിൽ വന്നത്. മതി, നിർത്തോ നിങ്ങളുടെ ഈ വഴക്ക്. ഇനി മോട്ടുവിന്റെ ഈ കോടതിയിൽ ന്യായം പറയുന്നതായിരിക്കും. ചേട്ടാ, നിങ്ങള് ആദ്യം അവിടുന്ന് വരൂ. പിന്നെ ചേട്ടാ, നിങ്ങള് ഇവിടുന്നും വരൂ. എന്നിട്ട് രണ്ടുപേരും അടുത്ത് വന്ന് തമ്മിലിടിക്കണം. ഞാൻ നോക്കിയിട്ട് ജഡ്ജ് ചെയ്ത് പറയാം ആരുടെ തെറ്റാണെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
മോട്ടു, നിന്റെ ന്യായം തൂക്കാനുള്ള ത്രാസ് കാരണം ഇപ്പൊ നമുക്ക് പണി കിട്ടുമെന്നാ തോന്നുന്നത്. അല്ല, ഇത് നമ്മുടെ നേർക്കാണല്ലോ വരുന്നത്. കാറ് നിർത്തൂ, കാറ് നിർത്തൂ. അയ്യോ, എന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി. എന്ത് ചെയ്തിട്ട് കാറ് നിക്കണില്ല. കാറിന്റെ ബ്രേക്ക് പോയാൽ എന്താ, സ്റ്റിയറിംഗിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാറ് വേറെ ഡയറക്ഷനിലേക്ക് വിട്. റോഡ് മോശമായതിനാൽ ദേ എന്റെ ബ്രേക്കും വർക്ക് ചെയ്യുന്നില്ല. എന്റെ കാറിനെ ഇടിച്ചോ? രണ്ടാളെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. സോറി ബോക്സർ ചേട്ടാ, ഇതെല്ലാം മോട്ടും പത്ലുവിന്റെ പണിയാ. ഞങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അവര് കാരണം ഞങ്ങൾ ഒരുപാട് കാറിനെ ഇടിച്ചിട്ട് വഴി നീളെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം അല്ലേ? ഞാനിതാ വരുന്നു. എന്നാ വഴി. മോട്ടു പത്ലു, നിങ്ങള് കാരണം എനിക്ക് എത്രയാ ബോക്സറുടെ ഇടിവെള്ളം അറിയോ? ഏയ് മോട്ടു, നിന്റെ ന്യായത്തിന്റെ ത്രാസ് വേഗം പാക്ക് ചെയ്യേ, അല്ലെങ്കിൽ ബോക്സറേട്ടൻ നമ്മളെ ഇടിച്ച് പഞ്ഞിക്കിട്ടിട്ട് ഈ ന്യായത്തിന്റെ ത്രാസിലിട്ട് തൂക്കും. മോട്ടു പത്ലു, അവിടെ നിൽക്കാൻ പറയണത് കേക്ക്. എന്റെ അമ്മോ, 2 ദിവസമായി ഞാൻ ഇവിടെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോൺ മോഷ്ടിക്കാൻ പോകുന്ന ഇൻഫർമേഷൻ വളരെ ശരിയാണ്. അവൻ വരും തീർച്ചയായിട്ടും. കള്ളൻ, കള്ളൻ. അയ്യോ, ആരെങ്കിലും ഒന്ന് പിടിച്ചാളെ. ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. എവിടെ പോയി കള്ളൻ? എങ്ങനെ രക്ഷപ്പെട്ടു? എങ്ങോട്ട് രക്ഷപ്പെട്ടു? ഇപ്പൊ ഇവിടുന്ന് ഓടിയില്ലേ ആ ചെറിയ കുള്ളറായ മനുഷ്യൻ, അയാളാണ് കള്ളൻ. ഞാൻ എന്താ കേട്ടറിഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ രണ്ടുപേരും ഓൺ ദ സ്പോട്ട് നീതി നൽകുന്നു എന്ന്. അതെ അതെ, മോട്ടുവിന്റെ ന്യായം ആർക്കും അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതല്ല. പറയൂ, എന്താ കാര്യം? മോട്ടു മോട്ടു, 1 മിനിറ്റ് ഒന്ന് സമാധാനിക്ക്. നിന്റെ ന്യായത്തിന്റെ ത്രാസ് കാരണം രാവിലെ മുതൽ നമ്മൾ രണ്ടാളെയും പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. എന്റെ പത്തിലു, നമ്മോട് ആരെങ്കിലും ന്യായം ചോദിച്ചു വരികയാണെങ്കിൽ എനിക്കത് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? പറയൂ സോദര, എന്താ കാര്യം? ഞാനൊരു കുട്ടി ചെറിയ മനുഷ്യനാണ്, പക്ഷേ എന്നെ ഒരു വളർന്ന ഉയർന്ന മനുഷ്യൻ, അതും ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ ജീവിതകാലം മൊത്തം സമ്പാദിച്ചത് കട്ടുകൊണ്ടു പോവാൻ നോക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? അവനൊരു ദാതയായിരിക്കാം, പക്ഷെ അത് അവന്റെ മുൻപിലാണ്. ഇങ്ങോട്ട് വരാൻ പറ അവനോട്. ഞാൻ ഇപ്പൊ തന്നെ അവൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അതാ അവൻ എത്തി നോക്ക്. അവിടെ നിൽക്കണോ നീളമുള്ള മനുഷ്യ? ഇന്ന് മോട്ടുവിന്റെ കോടതിയിൽ ജഡ്ജ്മെന്റ് ആണ്. നിന്റെ ഈ നീളം നീ കയ്യിലെടുത്തുകൊണ്ട് ഈ നീളം കുറഞ്ഞ മനുഷ്യനെ നീ ഇട്ട് കളിപ്പിക്കുകയാണല്ലേ? ഇനി ചെയ്യോ? ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും പോരെ നിനക്ക്? ഏകദേശം നിന്റെ അത്ര തന്നെ ഹൈറ്റ് ആയില്ലേ? ഈ ശബ്ദം എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ചിങ്കം സാറിന്റെ പോലെ തന്നെയുണ്ട്. എന്റെ അമ്മോ, ചിങ്കം സാറിന്റെ ശബ്ദം പോലെയല്ല, ചിങ്കത്തിന്റെ ശബ്ദം തന്നെയാണ്. ചിങ്കം സാറ് നിങ്ങളോ? ഞാൻ 2 ദിവസമായി ആ ജോണിനെ പിടിക്കാൻ വേണ്ടി വേഷം മാറി അവിടെ നിൽക്കുകയായിരുന്നു. അവനെ പിടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയപ്പോ നീ അവനെ തട്ടിത്തെറിപ്പിച്ച് രക്ഷപ്പെടുത്തി കളഞ്ഞു. ചിങ്കം സാറേ, സോറി, വെരി വെരി സോറി. സോറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജോണിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് നീയാണ്. അതുകൊണ്ട് നീ തന്നെ അവനെ പിടിച്ചോണ്ട് കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ വന്നില്ലെങ്കിൽ അവന് പകരം നിന്നെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. പത്തിലു, ആ ജോണിനെ ഞാൻ എവിടെ അന്വേഷിക്കുകയാണ്? എന്തെങ്കിലും ഒന്ന് പറ. കാരണം വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്? ഐഡിയ. മോട്ടു സമൂസ കഴിക്കേ, എന്നിട്ട് പണി തുടങ്ങ്. റോട്ടിൽ എങ്ങനെ
ഇത്ര വലിയ മരം വന്നു? നമ്പർ 1, നമ്പർ 2, വേഗം ഇത് ക്ലിയർ ചെയ്യേ. പൊളിച്ചേ. നമ്പർ 2, വാനിനെ എന്തിനാടാ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഓട്ടിക്കൊണ്ടു പോന്നേ? വേഗം തിരിക്ക്, വേഗം. ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു വാൻ എന്റെ കൺട്രോളിലല്ലെന്ന്. സാറേ, ദേ കിടക്കുന്നത് കണ്ടില്ലേ ജോൺ? ഇനി ഈ മോട്ട് ന്യായം പറയാൻ പോവുകയാണ്. ഇല്ല, എനിക്ക് മോട്ടുവിന്റെ ശിക്ഷ ആവശ്യമില്ല. ഞാൻ നിയമത്തിന്റെ വഴിയിൽ പോകുന്നവനാണ്. ചിങ്കം സർ, ഞാൻ ലോക്കപ്പിലേക്ക് പോകാം. വേഗം വന്ന് എന്നെ ലോക്ക് ചെയ്യൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.